ഈ SDP സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആ പാർട്ടി രൂപീകരിച്ചത് തന്നെ ഇന്ത്യയിൽ ജിഹാദ് നടപ്പിലാക്കാനാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് കോടിക്കണക്കിന് രൂപയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നതും ഈ സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ നിയന്ത്രിക്കുന്നതും നിർണയിക്കുന്നതും പോപ്പുലർ ഫണ്ടാണ്. അതൊരു ഞെട്ടിക്കുന്ന വിവരമല്ലേ ശ്രീജിത്ത്? ഇന്ത്യയിൽ അടുത്ത കാലം വരെ മൈനോറിറ്റീസമാണ് നടപ്പായിക്കൊണ്ടിരുന്നത്. മെജോറിറ്റേറിയനിസം എന്നൊക്കെ വെറുതെ പറയും. ജനാധിപത്യം വന്നപ്പോൾ ചില കക്ഷികൾക്കത് മെജോറിറ്റേറിയനിസം, അതായത് ഭൂരിപക്ഷത്തിൻ്റെ ഭരണം. വാസ്തവത്തിൽ ഇന്ത്യയിൽ ഒരു കാലത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല. മറിച്ച് നരേന്ദ്രമോദി 10 വർഷം മുമ്പ് അധികാരത്തിൽ വരും വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, നടമാടിയിരുന്നത് മൈനോറിറ്റീസും, ന്യൂനപക്ഷത്തിൻ്റെ മേധാവിത്വം, ന്യൂനപക്ഷത്തെ ഭൂരിപക്ഷം ഭരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതാണ് നടന്നുകൊണ്ടിരുന്നത് 70 വർഷങ്ങളിലായിട്ട്. വാസ്തവം അതാണ്, സത്യസന്ധമായ ചരിത്ര പ്രസ്താവന തന്നെയാണത്. അവരുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കുക, അതിനുവേണ്ടി മെജോറിറ്റിയുടെ വോട്ടും വാങ്ങിച്ച് അധികാരത്തിലിരിക്കുന്ന ഭരണാധികാരികൾ, അതിന് മതേതരത്വമൊന്നും ജനാധിപത്യമൊന്നും ഭരണഘടനയുടെ സംരക്ഷണവും ഒക്കെ പറഞ്ഞ് ഓമന പേരുകളിട്ടു. ഇപ്പോൾ ശരിയായ ജനാധിപത്യം വന്നപ്പോൾ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ ചില മാധ്യമങ്ങൾക്ക്, ചില സംഘടനകൾക്ക്, ചില മതങ്ങൾക്ക് പോലും വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു. അവരാണ് ജനാധിപത്യ സർക്കാരിനെ ഫാഷിസ്റ്റ് സർക്കാർ എന്നും ഒരു അടിസ്ഥാനവുമില്ലാതെ CPM പോലും തിരുത്തേണ്ട വിധത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൽ വെച്ചിട്ട് SDP-യുടെ ദേശീയ നേതാവ്, അല്ല പ്രാദേശിക നേതാവൊന്നുമല്ല, MK ഫൈസി, അദ്ദേഹം കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള കേസിൽ എനിക്ക് ചോദിക്കാൻ, സുരേന്ദ്രനെതിരെ ഇതുപോലെ ആരോപണമില്ലേ? കേസ് അതിൻ്റെ തള്ളിക്കളഞ്ഞല്ലോ, അത് ശിക്ഷിക്കാൻ ആവശ്യമായ തെളിവുകളൊന്നുമില്ലെന്ന് പറഞ്ഞു. ഇതങ്ങനല്ല. കള്ളപ്പണമെല്ലാം രാജ്യവിരുദ്ധമല്ലല്ലോ അല്ലേ? കള്ളപ്പണം രാജ്യവിരുദ്ധമാണ്, അതെ, കള്ളപ്പണം രാജ്യവിരുദ്ധമാണ്. പക്ഷേ ഈ പ്രവർത്തനങ്ങളിലേക്ക്, ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ആ പണം എന്തായാലും പോകില്ല. അതാണ് പ്രശ്നം. ഇവിടെ ആ പ്രവർത്തനം കള്ളത്തരമാണെന്ന് മാത്രമല്ല, ജനാധിപത്യം, ഭരണഘടന സംരക്ഷിക്കാൻ, അതുപോലെ അറിയാനുള്ള അവകാശം സംരക്ഷിക്കാനെന്ന പേരിൽ മാധ്യമങ്ങൾ, അതിൻ്റെ കേസുകളിലൊക്കെ അവർ വൻ വിജയം നേടുന്നുണ്ട്, ഗവൺമെൻറ്റിനെ തോൽപ്പിക്കുന്ന കേസുകൾ. എന്നിട്ട് കണ്ടോ, ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരെന്നുള്ള കവചമണിഞ്ഞ് ആട്ടിൻ തോലിടുന്നത് പോലെ ചെന്നായി ആ ക്രൗര്യത്തോടു കൂടി അവരിയ്ക്കുന്നുണ്ട്, ആട്ടിൻ തോൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ വെട്ടിമുറിച്ചത് പോരാഞ്ഞ് ആ ചോരപ്പാടുകൾ മായും മുമ്പ് തന്നെ ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം കൂടി സൃഷ്ടിച്ചു. പാർട്ടിയുടെ രാഷ്ട്രീയ പദ്ധതി തന്നെ ജിഹാദ് നടപ്പിലാക്കുക എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സുഖമായി ബംഗ്ലാദേശ് ഇസ്ലാമിക രാജ്യം, പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യം, പിന്നെ മാലിദ്വീപ് ഇസ്ലാമിക രാജ്യം, തൊട്ടപ്പുറത്തുള്ള അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിക രാജ്യം. അപ്പോൾ ഏഷ്യയെ മുഴുവൻ ഒരു ഇസ്ലാമിക ബെൽറ്റായിട്ട് മാറും. പിന്നെ പതുക്കെ അത് വ്യാപിച്ച് പശ്ചിമേഷ്യ, മധ്യപൂർവേഷ്യ, ഇവിടങ്ങളിലൊക്കെ വളരെ ചെറിയ പണി മതി മുഴുവൻ ഇസ്ലാമികമാണ്. അത് കഴിഞ്ഞ് യൂറോപ്പിലേക്ക് അത് ഇത്തിരി പണിയുണ്ട്. കാരണം ഇനി നാം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് നാളായി SDP അങ്ങനെ സജീവമല്ലാതിരുന്നു. ഇടക്കാലത്താണ് ഫെബ്രുവരി 17 വഖഫ് സംരക്ഷണ റാലി അവർ കൊല്ലത്തും മലപ്പുറത്തെല്ലാം നടത്തിയത്. ഈ വഖഫിനെതിരെ മുനമ്പം ജനതയെല്ലാം വലിയ രീതിയിൽ സമരം ചെയ്യുമ്പോൾ അതിനെതിരെ ആയിരുന്നു ഇവരുടെ സമരം. അങ്ങനെ സമരം ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ SDP ഇനി നിരോധനത്തിലേക്ക് പോകുമോ? നമ്മൾ ഈ പ്രാദേശിക തലത്തിൽ ഇതിനെ നോക്കിയിട്ട് കാര്യമില്ല ശ്രീജിത്ത്. ഇതൊക്കെ ഒരു ആഗോള പ്ലാനാണ്. പാൻ ഇസ്ലാമിക് വേൾഡ്, ഈ ഭൂമി മുഴുവൻ ഇസ്ലാമികമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല സംഘടനകളും സ്ലീപ്പർ സെല്ലുകളായിട്ടും ഒക്കെ ധാരാളമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒറ്റയടിക്ക് ഇവരെയൊന്നും പിടിക്കാൻ പറ്റില്ല. കാരണം പ്രത്യേക അറകളായിട്ടാണ്. നമ്മുടെ മുന്നിൽ പോപ്പുലർ ഫണ്ടിന്റെ കമ്പാർട്ട്മെന്റ്, അത് പോപ്പുലർ ഫണ്ട് എന്ന് പറയുന്ന ഈ സംഘടനയാണോ വിദേശത്തു നിന്ന് പണം SDP-ക്ക് എത്തിച്ചു കൊടുത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി 3.79 കോടി രൂപയുടെ സഹായം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ബാങ്ക് വഴി അക്കൗണ്ട് പോയെങ്കിൽ മാത്രമേ EDക്ക് അറിയാൻ കഴിയൂ. അതിനപ്പുറമുള്ള അക്കൗണ്ടുകളിലൂടെ, പൈപ്പ് പണത്തിലൂടെ, പണം വെളുപ്പിക്കലിലൂടെ ഒക്കെ അവർ പണം എത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രിൻറ്റ്, ഇലക്ട്രോണിക് മീഡിയകളിലും അതെത്തുന്നുണ്ട്. അതിൻ്റെ ബലത്തിൽ ജനാധിപത്യം, ഭരണഘടന,
മതേതരത്വം ഇതൊക്കെ സംരക്ഷിക്കാനെന്ന പേരിൽ ഇവർ ചില വാർത്തകൾ, വിഷം നിറഞ്ഞ കൂരമ്പുകൾ ഉൾക്കൊള്ളുന്ന വാർത്തകളും പടച്ചു വിട്ടുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമാധാനം നശിപ്പിക്കാൻ വേണ്ടുന്നതെല്ലാം ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ അവർക്ക് കഴിയും. അല്ല, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അത് ഞാൻ വീണ്ടും കേരളത്തിലേക്ക് തന്നെ വരികയാണ്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ആദ്യമായി കൊടിയുയർന്നത് SDPയുടെയാണ്. ഇനി കോൺഗ്രസിന് അതിൽ എന്തെങ്കിലും പരിഭവം കാണുമോ ഇത്തരം പ്രവർത്തനങ്ങളിൽ? ഒരു പരിഭവമില്ല. കാരണം മൈനോറിറ്റീസുമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അവരെ എങ്ങനെ എത്രമാത്രം സുഖിപ്പിക്കും? അല്ല, അതേന ഈ SDP ഇങ്ങനെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ രംഗത്തിറങ്ങുമോ? അദ്ദേഹത്തിന് വേണ്ടി വലിയ രീതിയിൽ അന്ന് പാലക്കാട് വെറും കാപട്യങ്ങളല്ലേ, പുറമേ കാണിക്കുന്ന കാപട്യങ്ങളാണ്. അവർക്ക് SDPയുടെയും സോളിഡാരിറ്റിയുടെയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇപ്പം നിരോധിക്കപ്പെട്ടെങ്കിലും അതിൻ്റെ അവാന്തര വിഭാഗങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒക്കെ വോട്ട് വേണം. അവരെ അനുകൂലിക്കുന്ന, മോദിയെ എന്തെങ്കിലും തെറിവാക്ക് പറഞ്ഞാൽ ഉടനെ അതിന് കൈയടിക്കുന്ന, നൂറുകണക്കിനായിട്ട് ലൈക്കുകളിടുന്ന ചില സൈബർ ഗ്രൂപ്പുകളുണ്ട്. അമേരിക്കയുടെ സൈബർ ഗ്രൂപ്പുകൾ എങ്ങനെ ഫലപ്രദമായി യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിൽ വിജയിച്ചു, അതുപോലെ നരേന്ദ്രമോദിയെ ഒരു ചെകുത്താനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡ്രാക്കുളയായിട്ടോ ചിത്രീകരിക്കാൻ മാത്രം ശക്തി പോകുന്ന മാധ്യമങ്ങൾ, സോഷ്യൽ മാധ്യമങ്ങൾ ഇവർക്കുണ്ട്. ഇതിനൊക്കെ വിദേശത്ത് നിന്ന് പണം കൊണ്ടു കൊടുക്കുക എന്നുള്ള ഒരു ഏജൻ്റായിട്ടാണ്, കള്ളപ്പണ ഏജൻ്റായിട്ടാണ് SDPI പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോഴും അവർ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ തന്നെ. അതൊക്കെ അടിയൊഴുക്കുകളാണ്. നമ്മളാരും അറിയാത്ത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ജിഹാദ് എന്ന് മാത്രമല്ല, ജിഹാദിലല്ല ഒതുക്കുന്നില്ല. ഇന്ത്യ മുഴുവൻ 2047 ഏത് വർഷമാണോ ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിണഞ്ഞു പരിശ്രമിക്കുന്നത്, അത് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമാണ്. ആ ലക്ഷ്യം തകർത്ത് ഇന്ത്യയെ ഒരു വികസിത ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളൊന്നും അക്കാലത്ത് ഒരു മതം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതിനെതിരായിട്ട് നിൽക്കുന്നവരൊന്നും കാണില്ല, ജീവനോടെ കാണില്ല. ആ തരത്തിലുള്ള അവർ രേഖകളൊക്കെ എല്ലാവരും കണ്ടതല്ലേ. എല്ലാവരും എപ്പോഴും സത്യസരണയും മനുസ്മൃതി എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. സത്യസരണ ശരിയായിട്ടും ഉണ്ട്, സത്യസരണയുണ്ട്. അതേസമയം RSSൻ്റെ രേഖ എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അതൊരിക്കലും നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും RSS നടത്തുന്നില്ല. ഇന്ത്യയെ ശക്തിപ്പെടുത്തുക, എല്ലാ മതങ്ങളോടും ഒപ്പം ഉള്ള ഒരു ബഹുസ്വര സമൂഹമായിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് RSSൻ്റെ. ഈ പോപ്പുലർ ഫണ്ടിന്റെ നിരോധനത്തിന് പിന്നാലെ തന്നെ ഉയർന്നു വന്ന ചർച്ചയാണ് SDPയുടെ നിരോധനവും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണമെന്ന്. പക്ഷെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങളുമായി ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് തടയിടണമല്ലോ. തടയിടാനുള്ള ഒരു കുന്തവും നമ്മുടെ ഭരണഘടന ഇല്ലെന്നുള്ളതാണ് സത്യം. ശക്തമായിട്ട് ഇതിനെ ഒന്നും നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും അന്നത്തെ ആളുകൾ ചിന്തിച്ചിരുന്നില്ല. കാരണം അന്ന് ഭീകരവാദമില്ല. അന്ന് ഈ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞ പേരിലുള്ള ആക്ഷൻ മാത്രമേ ഉള്ളൂ. അതിനെപ്പോലും വളരെ സോഫ്റ്റായിട്ട് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഭരണഘടനയെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം എന്താണ്? ഇത് വരാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർ BR അംബേദ്കർ മാത്രമാണ്. എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് തന്നെ പോകണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർ BR അംബേദ്കർ മാത്രമാണ്. നമുക്കതൊന്നും വേണ്ട. ഈ വിഭജനവാദം ഉൾക്കൊള്ളുന്ന മുസ്ലിങ്ങൾ വിഭജിതമായിട്ടുള്ള പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോട്ടോ പോവുക എന്നുള്ളതല്ലാതെ ഇതിനൊരു പരിഹാരമുണ്ട് എനിക്ക് തോന്നുന്നില്ല. BR അംബേദ്കറുടെ ചുവട് പിടിച്ചുകൊണ്ട് ഞാൻ പറയാം, ക്രാന്തദർശിയായിരുന്നു അദ്ദേഹം. ഇത് നേരത്തെ തന്നെ വളരെ മുമ്പേ തന്നെ അദ്ദേഹം കണ്ടിരുന്നു. അദ്ദേഹം മതം മാറിപ്പോയി ഇസ്ലാമിലേക്കല്ല, ബുദ്ധമതത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമാണ് SDPI അവരുടെ സ്വഭാവം കാണിക്കുന്നതെന്നേ ഉള്ളൂ. SDPIയെയോ PFനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ രാഷ്ട്രശില്പികളിൽ പലരും, നമുക്കിപ്പോഴും ആരാധ്യരായ രാഷ്ട്രശില്പികൾ ഇതൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആർക്കും, മഹാത്മാഗാന്ധിക്ക് പോലും ഇത് കാണാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ വിപത്ത് എത്രമാത്രമാണെന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ സഹോദരന്മാരായി കണ്ടവർ തന്നെ അവരെ ചതിച്ചിട്ടും മാനവ സ്നേഹത്തിൻ്റെ പേരിൽ ആ സനാതനത്വം നൽകുന്ന ആ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം അവരെ അങ്ങനെ ശത്രുക്കളെ കാണാൻ അവരെ സാധിച്ചില്ല. എല്ലാവരും നമ്മുടെ മിത്രങ്ങൾ എന്ന് തന്നെയാണ് സനാതനധർമ്മം പറയുന്നത്. ആരും നമ്മുടെ ശത്രുക്കളല്ല, നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറയുന്ന
ആ സനാതന ധർമ്മത്തിൻ്റെ രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ ചില എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല, ചില തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടാവാൻ ഇടയാക്കിയിട്ടുണ്ട്. ആ പോരായ്മകളുടെ ഫലം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള ഒരു ചരിത്ര പ്രസ്താവന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.